പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള 4 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. മാറായിലെ ജലം എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. POC ടെക്സ്റ്റിൽ അതിൻ്റെ ഹെഡിങ് പറയുന്നത് മാറായിലെ ജലം എന്നാണ്. പഴയ നിയമത്തിൽ ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ പുറപ്പെടുകയാണല്ലോ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്ന കഥ വിവരിക്കുകയാണല്ലോ. അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ പുറപ്പാടിൻ്റെ പുസ്തകം വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈജിപ്തിൻ്റെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ആ വീണ്ടെടുക്കപ്പെട്ട ജനം കനാൻ നാട്ടിലേക്ക് പോകുന്ന അതിമനോഹരമായ കാഴ്ച. വേദപുസ്തകത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ചെങ്കടൽ കടക്കുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. ചെങ്കടൽ വിഭജിക്കുന്നു, കടൽ വിഭജിക്കുന്നു. കര കാണാത്തതാണ് കടൽ. കടലിൻ്റെ അരികെ ഇസ്രായേൽ ജനം വന്നു നിൽക്കുന്നു. അവർക്ക് പോകാൻ വഴിയില്ല. പുറകിൽ നിന്ന് ഫറവോൻ്റെ സൈന്യം വരുന്ന ആ വളരെ സംഘർഷം നിറഞ്ഞ ഒരവസരത്തിൽ, വഴിയില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടി ചെങ്കടൽ വിഭജിച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര വലിയ ദൈവാനുഭവമാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്നത്. ആ കടൽ വിഭജിച്ച് കൊണ്ടുപോയി. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ വഴി മുട്ടിയ ആ അനുഭവത്തിൽ ദൈവം അവർക്കായി വഴി വെട്ടി. അങ്ങനെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ വഴിമുട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പുറകിൽ നിന്നുള്ള ആക്രമണം, ഇസ്രായേൽ ജനത്തിന് ഫറവോയുടെ ആളുകളുടെ ആക്രമണം, മുൻപിലാണെങ്കിൽ ചെങ്കടൽ, മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പോൾ കർത്താവ് ഇടപെട്ട് വഴി വെട്ടിക്കൊടുക്കുന്നു, വഴി തുറന്നു കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും വഴിമുട്ടുന്ന ആ അനുഭവങ്ങൾ നമുക്ക് ഒരുപക്ഷെ ഉണ്ടാവാം. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കാം. പക്ഷെ കർത്താവിന് വഴി വെട്ടാൻ സാധിക്കും. വഴിമുട്ടിയ സാഹചര്യത്തിൽ പ്രിയ മകനെ മകളെ, ആത്മഹത്യയല്ല പ്രശ്നപരിഹാരം, അല്ലെങ്കിൽ വഴിമുട്ടുമ്പോൾ പിന്നെ തളർന്ന് കിടക്കലല്ല അതിൻ്റെ പരിഹാരം. കർത്താവിന് വിളിച്ചപേക്ഷിക്കുക. കർത്താവ് അപ്പോൾ വഴിമുട്ടിയ അവസരത്തിൽ വഴി തുറന്ന് നമ്മളെ നയിക്കുന്ന അനുഭവം ഉണ്ടാവും. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ആ ദൈവം നമ്മളെ നയിക്കുന്ന ദൈവമാണ്. അതാണ് 14-ാമത്തെ അധ്യായത്തിലെ പ്രതിപാദന വിഷയം. പുറപ്പാട് 14-ൽ ചെങ്കടൽ വിഭജിക്കുന്നു. 15-ാം അധ്യായത്തിലെത്തുമ്പോൾ ആ ചെങ്കടലിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ പാട്ടുപാടി, മോശയുടെ കീർത്തനമാണ്, പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം എത്തുമ്പോൾ ഈ സന്തോഷത്തിമിർപ്പെല്ലാം തകിടം മറിയുന്ന അനുഭവമാണ് കാണുന്നത്. 2-3 ദിവസമായി അവർ ഈ ചെങ്കടലിലൂടെ കടന്ന് അതിനുശേഷം 3 ദിവസം പിന്നിട്ടു അവർ മരുഭൂമിയിലൂടെ യാത്രയായി. ഒരു തുള്ളി വെള്ളം അവർക്ക് കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയായി. വെള്ളമില്ലാത്ത അവസ്ഥ. അങ്ങനെ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഇസ്രായേൽ ജനം കഷ്ടപ്പെട്ടു. വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഇസ്രായേൽ ജനം പിറുപിറുത്തു. പക്ഷേ വെള്ളം അവർക്ക് കിട്ടി. കിട്ടിയ വെള്ളമാണെങ്കിൽ കയ്പുള്ള വെള്ളം. ഒരു തുള്ളി പോലും കുടിക്കാൻ സാധിക്കാതെ കയ്പുള്ള വെള്ളമായിരുന്നു. ആ കയ്പ് നിറഞ്ഞ സാഹചര്യത്തിൽ, ആ കയ്പുള്ള വെള്ളം കിട്ടിയ അവസരത്തിൽ പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ വായിക്കാം എന്താണ് അവിടെ കാണുന്നത്. 4 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ന്റെ 22 മുതൽ. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുമ്പോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്നു പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്ത് കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പിന്നെ ദൈവം അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. സ്നേഹമുള്ളവരെ, 3 ദിവസമായി ഇസ്രായേൽ ജനത്തിന് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് അവർ ദാഹം കൊണ്ട് തൊണ്ടയെല്ലാം വരണ്ടു. അവർക്ക് വിഷമതയിൽ പെട്ടുപോയി. ആ അവസരത്തിൽ അവർ ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുത്തു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. അത്ഭുതങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ചെങ്കടൽ വിഭജിച്ച തരത്തിലുള്ള അത്ഭുതങ്ങൾ, മന്ന സ്വർഗത്തിൽ നിന്ന് വീണതുപോലെ അത്ഭുതങ്ങൾ, മേഘത്തിൻ്റെ തണലിൽ ഇസ്രായേൽ ജനം നടന്നു പോലുള്ള പരിപാലന ഉണ്ടാകുന്നു. എന്നാൽ ഈ മരുയാത്രയിൽ ചില
ദാഹജലം കിട്ടാതെ വരുന്ന അല്ലെങ്കിൽ കയ്പുള്ള അനുഭവം വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു, നമ്മൾ പിറുപിറുക്കുന്നു. പലപ്പോഴും ഇസ്രായേൽ ജനം ദൈവത്തോട് പിറുപിറുത്തു. സ്നേഹമുള്ളവരെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് പിറുപിറുപ്പുണ്ടോ? നിൻ്റെ കുടുംബജീവിതത്തെ പ്രതി, സന്യാസ ജീവിതത്തെ പ്രതി, ഏകസ്ഥ ജീവിതത്തെ പ്രതി, നിൻ്റെ ഇപ്പോഴത്തെ നിലയിൽ നീ പിറുപിറുക്കുന്ന ഒരാളാണോ എന്ന് ചിന്തിക്കുക. പിറുപിറുപ്പിൻ്റെ ലക്ഷണം തന്നെ അസംതൃപ്തി ഉണ്ടെന്നാണ് അർത്ഥം. മനസ്സിൽ തൃപ്തിയില്ലായ്മയുടെ ലക്ഷണമാണ് പിറുപിറുപ്പ്. എന്നാൽ ദൈവം അനുവദിക്കുന്ന കയ്പിനെ എങ്ങനെയാണ് ഇസ്രായേൽ ജനം നേരിടുന്നത്? പിറുപിറുത്തുകൊണ്ട്. എന്നാൽ മോശ എന്താണ് ചെയ്തത്? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ കണ്ട ജനത്തിനെല്ലാം കുടിക്കാൻ കയ്പുള്ള ജലമാണല്ലോ കിട്ടിയിരിക്കുന്നത്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയ്ക്ക് ഉത്തരം കൊടുത്തു. എന്താണ്? ദൈവം ഒരു തടി കാണിച്ചു കൊടുത്തു. ഇവിടെ എഴുതിയിരിക്കുന്നു, ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നു 25-ാം വാക്യം, അവിടെ നിന്ന് അവൻ ഒരു തടി കഷ്ണം കാണിച്ചു കൊടുത്തു. ഈ തടി കഷ്ണം 3 തരത്തിലുള്ള അർത്ഥമാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ തടി കഷ്ണം ദൈവം കാണിച്ചു കൊടുത്തതാണ്. ഈ തടിക്കഷ്ണം ദൈവം കാണിച്ചു കൊടുത്താണ്. ഇസ്രായേൽ ജനം ഒരുപക്ഷെ ആ തടിക്കഷ്ണം കണ്ടു കാണാതിരിക്കാം. പക്ഷേ ഇത് വെള്ളത്തിലിട്ടാൽ ഈ കയ്പുള്ള വെള്ളം മധുരീകരിക്കുമോ, മധുരമാവുമോ, അല്ലെങ്കിൽ കയ്പ് മാറുമോ എന്നൊന്നും അവർക്ക് തോന്നിയില്ല, മനസ്സിലായില്ല. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. വേറെ അർത്ഥത്തിൽ പറഞ്ഞ ദൈവം കാണിച്ചു കൊടുത്ത തടിക്കഷ്ണം. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ തടിക്കഷ്ണം വെട്ടപ്പെട്ട തടിക്കഷ്ണമാണ്. വെട്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. വെട്ടേറ്റ തടിക്കഷ്ണമാണ്. അതാണ് പോയിന്റ് നമ്പർ 2. വെട്ടേറ്റ അല്ലെങ്കിൽ വെട്ടി മുറിച്ചിട്ട ഒരു മരക്കൊമ്പ് അല്ലെങ്കിൽ തടിക്കഷ്ണം. മൂന്നാമത്തെ ആശയം എന്താണെന്നോ? ഇത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളത്തിലെ കയ്പ് അപ്രത്യക്ഷമായി, ആ വെള്ളം മധുരമായി മാറി. എപ്പോഴാണ് അത് മനസ്സിലായേ? പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി, അല്ലെങ്കിൽ ആ പ്രശ്ന പരിഹാരം മോശയുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ അടുക്കലല്ല വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മൾ സ്വയം അത് കൈകാര്യം ചെയ്യാൻ പരിശ്രമിക്കുന്നു. ദൈവത്തെ കൂടാതെ സ്വയം അത് കൈകാര്യം ചെയ്യാൻ പരിശ്രമിക്കുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. നമ്മുടെ ബുദ്ധിയിലൂടെ മാത്രം പോകാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കുന്നു. ഇസ്രായേൽ ജനം പിറുപിറുക്കുകയാണ് ഉണ്ടായത്. അവർ പിറുപിറുത്തു. ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുത്തു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. 24-ാം വാക്യം പറയുന്നു, ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. സ്നേഹമുള്ളവരെ, നീ ഇപ്പോൾ പിറുപിറുക്കുകയാണോ കയ്പ് നിറഞ്ഞ അനുഭവത്തിൽ? ഈ 3 തടിക്കഷ്ണത്തെ പറ്റി 3 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവം കാണിച്ചു കൊടുത്ത തടിക്കഷ്ണം. എന്താണ്? പുതിയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ അതിന് വിശാലമായ അർത്ഥം കിട്ടും. എന്താണ് പുതിയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ കാണുന്നത്? പുതിയ നിയമത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപക യോഹന്നാൻ യേശു കർത്താവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്, ജനത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ യേശു തമ്പുരാൻ ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപയോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്നാപയോഹന്നാന് പിതാവായ ദൈവം മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു, ഈ കുഞ്ഞാട്, ഈ മനുഷ്യൻ, ഈ യേശു തമ്പുരാൻ ലോകത്തിൻ്റെ മുഴുവൻ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ദൈവം കാണിച്ചു കൊടുത്തതാണ്. സ്നാപയോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ട് സ്നാപയോഹന്നാൻ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. പാപം നീക്കുന്ന, ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്നതുപോലെ മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തു ഈ തടിക്കഷ്ണം. ഈ തടിക്കഷ്ണം സത്യത്തിൽ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ പിതാവായ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. അത് പ്രവാചകരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ നമുക്കിപ്പോൾ അത് സുവിശേഷത്തിലൂടെ മനസ്സിലാകുന്നു, വചനത്തിലൂടെ മനസ്സിലാകുന്നു. ദൈവം കാണിച്ചു തന്നിരിക്കുന്നു ഈ തടിക്കഷ്ണത്തെ. എന്തിനാണ് ഈ തടിക്കഷ്ണത്തെ കാണിച്ചു തന്നിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ തടിക്കഷ്ണത്തെ നീ മനസ്സിലാക്കണം. ഈ ക്രിസ്തുവിനെ നീ മനസ്സിലാക്കണം. ഈ ക്രിസ്തുവിൻ്റെ സമീപത്തേക്ക് വരണം. നിന്റെ പ്രശ്നങ്ങളുടെ മധ്യേ നീ പിറുപിറുത്താൽ പോരാ. ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന രക്ഷകന്റെ സമീപത്തേക്ക് നീ വരണം. അല്ലാതെ നീ പിറുപിറുത്തുകൊണ്ടിരുന്നാൽ നിനക്ക് ആശ്വാസമുണ്ടാവുകയില്ല, സമാധാനമുണ്ടാവുകയില്ല. രക്ഷകന്റെ സമീപത്തേക്ക് വരണം. പിതാവ് ഈ ലോകത്തിലേക്ക് വിശുദ്ധീകരിച്ച് അയച്ചിരിക്കുന്ന യേശു തമ്പുരാന്റെ അടുത്തേക്ക് വരണം എന്നാണ് ഒന്നാമത്തെ അർത്ഥം. പോയിന്റ് നമ്പർ 2 ഞാൻ പറഞ്ഞു, ഇത് വെട്ടപ്പെട്ട മരമാണ്. ഈ തടിക്കഷ്ണം ചുമ്മാ അവിടെ കിടക്കുകയല്ല, അത് വെട്ടേറ്റ തടിക്കഷ്ണമാണ്. സ്നേഹമുള്ളവരെ, യേശു തമ്പുരാനെ പറ്റി ചിന്തിക്കൂ. യേശു തമ്പുരാൻ ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്തു. ഈ ലോകത്തിൽ അന്നത്തെ ജെറുസലേമിൽ അല്ലെങ്കിൽ പാലസ്തീനായിൽ
യേശു തമ്പുരാൻ നന്മകൾ ചെയ്ത് രോഗികളെ സുഖപ്പെടുത്തി, അതുപോലെ തന്നെ പാവപ്പെട്ടവരോടുകൂടെ കർത്താവായിരുന്ന് അല്ലെങ്കിൽ രോഗശാന്തികൾ നൽകി, അപ്പമില്ലാത്തവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത്, മുറിവേറ്റവരെ സൗഖ്യമാക്കി. അങ്ങനെ കർത്താവ് ഈ ലോകത്ത് സാധാരണ ഒരു മനുഷ്യൻ മരിച്ചതുപോലെ മരിച്ചു പോയി കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ വരവ് കൊണ്ട് ഇവിടെ അങ്ങനെയാണെങ്കിൽ യാതൊരു ഉപകാരം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് രോഗികളെ സുഖപ്പെടുത്തി എന്നതൊക്കെ ശരി തന്നെ. എന്നാൽ അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിൽ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. ക്രൂശിൽ കർത്താവ് മരിച്ചു, ക്രൂശിൽ യാഗമായി തീർന്നു, വെട്ടേറ്റു. യേശു തമ്പുരാനും വെട്ടേറ്റു. വെട്ടേറ്റ മരമാണ് ക്രിസ്തു. അവൻ വെട്ടേറ്റത് കൊണ്ട്, അവൻ വെട്ടേറ്റ് മരിച്ചതുകൊണ്ട്, അവൻ യാഗമായി തീർന്നത് കൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ അനുഗ്രഹീതരായി. അപ്പോൾ വെട്ടേറ്റ മരം, അവിടെ കിടക്കുന്ന മോശയ്ക്ക് കാണിച്ചു കൊടുത്ത ആ തടിക്കഷ്ണം ക്രിസ്തുവിനെ പുതിയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ വെട്ടേറ്റ മരം ക്രിസ്തുവാണ്. ക്രിസ്തു വെട്ടേറ്റില്ല എങ്കിൽ ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും. യേശു തമ്പുരാൻ വെട്ടേറ്റില്ല എങ്കിൽ, കൊല്ലപ്പെട്ടില്ല എങ്കിൽ, യേശു ക്രിസ്തു പാപത്തിന് യാഗമായി തീർന്നില്ല എങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് വ്യർത്ഥമാകുമായിരുന്നു. എന്നാൽ വെട്ടേറ്റ മരമാണ് ക്രിസ്തു. മൂന്നാമതായിട്ട് ഞാൻ സൂചിപ്പിച്ചു, ഈ വെട്ടേറ്റ മരത്തെ അല്ലെങ്കിൽ തടിക്കഷ്ണത്തെയാണ് വെള്ളത്തിലേക്ക് എടുത്തിട്ട്, ഏത് വെള്ളത്തിലേക്കാണെന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, കയ്പുള്ള വെള്ളത്തിലേക്ക്. കയ്പുള്ള വെള്ളത്തിലേക്ക് ആ മരത്തടി ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നോ, ആ കയ്പിനെ മുഴുവൻ വലിച്ചെടുത്തു. ആ തടി സ്പോഞ്ച് വെള്ളത്തെ വലിച്ചെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ മഷിയെ വലിച്ചെടുക്കുന്ന പോലെ ഇവിടെ എന്ത് സംഭവിച്ചു, ആ കയ്പുള്ള ജലത്തിലെ കയ്പ് മുഴുവൻ ഈ തടിക്കഷ്ണം വലിച്ചെടുത്തു. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൻ്റെ കയ്പ് എന്ന് പറയുന്നത് പാപമാണ്. ലോകത്തിൻ്റെ കയ്പ്, ഈ ലോകം മുഴുവനും കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നു, പാപമാണത്. ആദാമിൻ്റെ സന്തതികളായ നമ്മളിലേക്ക് ഈ കയ്പ് വ്യാപരിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവെന്ന ഏക തടിക്കഷ്ണത്തിന് മാത്രമേ ഈ പാപത്തിൻ്റെ കയ്പ് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദര, ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ഈ ദൈവവചന സന്ദേശത്തിൻ്റെ ഏറ്റവും കാമ്പുള്ള ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ലോകത്തിൻ്റെ ഈ കയ്പ് അല്ലെങ്കിൽ പാപം അത് വലിച്ചെടുക്കുന്ന ആ മരത്തടി യേശു ക്രിസ്തു തന്നെയാണ്. അവനത് വലിച്ചെടുത്താൽ മാത്രമേ നമ്മളിലെ കയ്പ് മാറിപ്പോകൂ. അല്ലാതെ പിന്നെ നമ്മളിലെ കയ്പ് പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, സ്നാപകൻ വിളിച്ചു പറഞ്ഞ പോലെ ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രിസ്തുവിന് മാത്രമേ ഈ കയ്പ് മുഴുവൻ വലിച്ചെടുക്കാൻ പറ്റൂ. ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഒരു പക്ഷേ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഈ പാപമയമായി ഈ ലോകത്തിൽപ്പെട്ട് പല കയ്പ് നിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടായിരിക്കാം നിൻ്റെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത വരുന്നത്. നിൻ്റെ ബിസിനസ്സിൽ ഒരു പക്ഷെ തകർച്ച ഉണ്ടാകാനുള്ള കാരണം നീ ഈ പാപത്തിൻ്റെ കയ്പ് നിന്നിൽ ഉള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാത്തത് കൊണ്ടായിരിക്കാം ബിസിനസ് മേഖലയിൽ തകരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, കുടുംബജീവിതത്തിൽ ഒരുപക്ഷെ ഭർത്താവായ നീ, ഭാര്യയായ നീ, മകളായ നീ, മകനായ നീ അസ്വസ്ഥപ്പെടാൻ കാരണം ദൈവത്തിന് നിരക്കാത്ത പാപങ്ങൾ നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നന്നായിട്ട് മുന്നേറാൻ സാധിക്കാത്തതിൻ്റെ കാരണം പാപത്തിൻ്റെ കയ്പ് നിന്നിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? കുടുംബജീവിതം ക്രമപ്പെടുത്തുക, ബിസിനസ് ശരിയാക്കുക, നന്നായിട്ട് പഠിക്കാൻ പരിശ്രമിക്കുക എന്നതിനേക്കാൾ ആദ്യം ചെയ്യേണ്ടത് പാപത്തിൻ്റെ കയ്പ് ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. യേശു ക്രിസ്തു ആ പാപത്തിൻ്റെ കയ്പ് മുഴുവൻ വലിച്ചെടുക്കട്ടെ. അത് അവൻ വലിച്ചെടുത്താൽ മാത്രമേ നിൻ്റെ ബിസിനസ്സിലും നിൻ്റെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും നിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും നിൻ്റെ സമസ്ത മേഖലയിലും നിനക്ക് സ്വസ്ഥതയോടെയും ശക്തിയോടെയും മുന്നേറാൻ പറ്റൂ. പക്ഷേ ഈ ക്രിസ്തുവാകുന്ന മരത്തടി അല്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ വെട്ടപ്പെട്ട കൊമ്പുമായിട്ട് നിനക്ക് ബന്ധമില്ല എങ്കിൽ, നിൻ്റെ കയ്പുള്ള അനുഭവത്തിലേക്ക് ആ ക്രിസ്തുവിനെ ക്ഷണിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിന് അത് വലിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ വിശ്വാസപൂർവ്വം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ പരസ്യ ജീവിതം, ഞാൻ നാട്ടുകാരുടെ മുമ്പിലും എൻ്റെ പ്രവർത്തന മേഖലയിലും വളരെ നല്ല മനുഷ്യൻ, എന്നാൽ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അനേകം കയ്പുണ്ട്, അത് ആരും കാണുന്നില്ല. പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ, അശുദ്ധിയുടെ കയ്പുകൾ അത് ക്രിസ്തു കാണുന്നു. മകനെ, മകളെ, അത് അവൻ വലിച്ചെടുക്കണം. അവൻ വലിച്ചെടുക്കണമെങ്കിൽ വിശ്വാസപൂർവ്വം ക്രിസ്തുവിനെ വിളിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണമേ, എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങ് അത് മുഴുവൻ വലിച്ചെടുത്ത് കളയണമേ, എന്നെ ശുദ്ധിയുള്ളതാക്കണമെന്ന് പ്രാർത്ഥിക്കണം.
പ്രിയപ്പെട്ടവരെ, മോശ ആ മരത്തടി വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ കയ്പ് മാറുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ കയ്പുള്ള വെള്ളം മധുരമായി തീർന്നു. മധുരമായി തീർന്നു. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പുള്ള എന്നാണ്. എന്നാൽ കയ്പുള്ള വെള്ളത്തിൽ തടിയിട്ടപ്പോൾ കയ്പിനെ മുഴുവൻ തടി വലിച്ചെടുക്കുക മാത്രമല്ല ചെയ്തത്, വെള്ളം മധുരമായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, സ്നേഹമുള്ള സുഹൃത്തെ, നിന്റെ ജീവിതത്തിലെ കയ്പിനെ മാറ്റുന്നവൻ മാത്രമല്ല ക്രിസ്തു. നിന്റെ ജീവിതത്തിലെ കയ്പ് മുഴുവൻ മാറ്റി മാധുര്യമുള്ള ഒരു ജീവിതം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മാധുര്യമുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും വ്യാഖ്യാനിച്ചും കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലർ മനസ്സിലാക്കുന്നത് സമസ്ത മേഖലയിലും സമൃദ്ധി, ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ, ഒരു സമൃദ്ധിയുടെ സുവിശേഷം, സാമ്പത്തികമായി ഉയർച്ച, ബിസിനസ്സിൽ ഉയർച്ച, വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ടോപ്പ് സ്റ്റേജിലാവുക, അല്ലെങ്കിൽ ഏത് മേഖലയിൽ ഇടപെടുന്നു അവിടെയെല്ലാം വളരെ 100% വിജയവും അനുഗ്രഹവും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ. അതല്ല, ദൈവവചനത്തിൽ അങ്ങനെ പറയുന്നില്ല. ദൈവവചനം അതല്ല ഉദ്ദേശിക്കുന്നത്. മധുരമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാവും മനസ്സും സന്തോഷത്തിലായിത്തീരും. നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകും, നമ്മുടെ മനസ്സ് സന്തോഷത്തിലാകും. കഷ്ടതയും ഞെരുക്കുമുണ്ടെങ്കിലും യേശു തമ്പുരാൻ തന്നെ പറഞ്ഞു, യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക. ഞെരുക്കമുണ്ടാകുമെന്നാണ് കർത്താവ് പറഞ്ഞു, എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ യേശു തമ്പുരാൻ്റെ കൂടെ ജീവിക്കുമ്പോൾ മാധുര്യമുള്ള ജീവിതം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലുമുള്ള ആന്തരിക സ്വാതന്ത്ര്യവും സന്തോഷവുമാണ്. ഭൗതിക സമൃദ്ധി തരില്ലെന്ന് അതിനർത്ഥമില്ല. എന്നാൽ ഭൗതിക സമൃദ്ധി മാത്രമേ ദൈവം തരുന്നുമെന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മുടെ കയ്പുള്ള ജീവിതത്തെ പരിപൂർണമായിട്ട് ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. മോശ ദർശനത്തിൽ കണ്ട, അല്ലെങ്കിൽ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത ആ മരത്തടി, ആ വൃക്ഷത്തിൻ്റെ ശാഖ വെള്ളത്തിലിട്ടപ്പോൾ ദൈവം കാണിച്ചു കൊടുത്ത തടിയായിരുന്നു. അതെ, യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം വെളിപ്പെടുത്തി തന്നാണ്. മോശ കണ്ട തടിയുടെ രണ്ടാമത്തെ അർത്ഥം അത് വെട്ടേറ്റ തടിയാണ്. അതെ, പുതിയ നിയമത്തിൽ യേശു കർത്താവ് വെട്ടേറ്റ തടി തന്നെയാണ്. മോശ ആ തടി വെള്ളത്തിലിട്ടപ്പോൾ കയ്പുള്ള ജലം മധുരമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പുള്ള മേഖലകളിൽ വെട്ടേറ്റ തടിയായ ക്രിസ്തുവിനെ വിളിക്കുമ്പോൾ കയ്പ്, പാപത്തിൻ്റെ കയ്പ് അവൻ മുഴുവൻ വലിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തെ മാധുര്യമുള്ളതാക്കി തീർക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം മാധുര്യമുള്ളതായി തീരുവാൻ, ആത്മാവ് സ്വതന്ത്രമാകുവാൻ, സന്തോഷത്തിലായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.